ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള ഏറ്റവും പുതിയ അടിപൊളിയൊരു തെലുഗു ക്രൈം ത്രില്ലർ കഥയാണ്. കഥയുടെ പേര് ബർത്ത്ഡേ ബോയ്. എന്നാൽ ഇത് വെറുമൊരു കഥ മാത്രമല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു റിയൽ സ്റ്റോറിയാണ്. വിദേശത്ത് UK പഠിക്കാനായിട്ട് പോയ 5 കൂട്ടുകാരിലെ ഒരാൾ മരണപ്പെടുകയാണ്. എന്നാൽ അതൊരു സാധാരണ മരണമായിരുന്നോ, അല്ലെങ്കിൽ അതിന്റെ പിന്നിലെ വേറെ എന്തെങ്കിലും രഹസ്യങ്ങളുണ്ടായിരുന്നോ? ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റാത്ത കുറേയധികം ട്വിസ്റ്റുകൾ കുത്തി നിറച്ചൊരു കഥയാണിത്. അവസാനം ക്ലൈമാക്സോടെ എടുക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്വിസ്റ്റ് കണ്ട് ഷോക്കായിരിക്കും. ഈ ഒരു റിയൽ സ്റ്റോറി പോലെ തന്നെ നമ്മുടെ നാട്ടിലും പല സംഭവങ്ങളും നടക്കാറുണ്ട്. അപ്പോൾ കഥയെക്കുറിച്ച് അധികം പറഞ്ഞിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. അതിനു മുൻപ് നമ്മുടെ സീരീസ് ചാനലിൽ ഇൻസ്പെക്ടർ ഋഷി എന്ന അടിപൊളി ഒരു സീരീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീരീസ് കാണാത്ത കൂട്ടുകാര് മറക്കാതെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ ബൃന്ദ എന്ന ഏറ്റവും പുതിയൊരു അടിപൊളി സീരീസ് ഇല്ലേ, ആ ഒരു സീരീസ് ഉടനെ നമ്മുടെ സീരീസ് ചാനൽ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും ബാക്കി സീരീസിൽ വരിക. അപ്പോൾ എല്ലാവരും സീരീസ് ചാനലും അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എനിക്കൊരു മോട്ടിവേഷനായിട്ട് ഇപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കഥ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തുടങ്ങുകയല്ലേ. ഈ കഥയുടെ ആരംഭത്തില് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഭരതിന്റെ അനിയൻ അർജുനില്ലേ, വല്ലാതെ നൈറ്റ് ലേറ്റ് ആയപ്പോ ഭരതിനെ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ്. ആ റൂമില് അർജുന് കുറെ ഫ്രണ്ട്സും ഉണ്ട്. നോക്കുമ്പോ എന്തോ പാർട്ടി നടക്കുന്ന പോലെ ഉണ്ട്. അപ്പൊ ഭരത്, എന്താ മക്കളെ ബർത്ത്ഡേ പാർട്ടിയാ? എന്നാൽ അർജുന്റെ ഫ്രണ്ട്സിന്റെ ആരുടെ മുഖത്തും ഒരു സന്തോഷമില്ല. എല്ലാരും ഭയന്ന് നിൽക്കാണ്, എന്തോ തെറ്റ് ചെയ്ത പോലെ. അപ്പോഴാണ് നമ്മുടെ ഭരതില്ലേ ആ ഒരു ഹാളിന്റെ ഒരു ഭാഗത്ത് ഒരാൾ മരണപ്പെട്ട് കിടക്കുന്ന കാണുന്നേ. ഭരത് ഷോക്കായി പോകുന്നുണ്ട്. ആ ഒരു ഫ്രണ്ട്സിന്റെ ഇടയില് എന്താണ് സംഭവിച്ചത്, അവിടെ മരണപ്പെട്ട് കിടക്കുന്നത് ആരാണ്? അപ്പോ ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ഭരതിന്റെ അനിയൻ അരുണും കൂടെ 4 ഫ്രണ്ട്സ്, മൊത്തത്തിൽ 5 ആളുകള് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക്, അതായത് UK അവരുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടി വന്നതാണ്. അങ്ങനെ അവിടെ ഒരു വീട് റെന്റിനെടുത്തിട്ട് എല്ലാവരും ഒന്നിച്ച് സ്റ്റേ ചെയ്തിട്ടാണ് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നോർമലി ഇതുപോലെ വീട് റെന്റിനെടുത്ത് നിന്നിട്ടുള്ള ആളുകൾക്ക് അറിയാം, അതായത് അവിടെയുള്ള ഓരോ ആളുകളായിരിക്കും ഓരോ ദിവസം ഓരോരോ ജോലി ചെയ്യേണ്ടത്. അതുപോലെ ഇവർ 5 പേരും ഓരോ ദിവസം ഓരോ വർക്കുകൾ അങ്ങനെ ഷെയർ ചെയ്തിട്ട് ചെയ്യാറാണ്. രാവിലെ അർജുൻ എഴുന്നേറ്റ് പാട് തന്നെ അടുക്കളയിൽ കുക്കിംഗ് ജോലി ചെയ്യുമ്പോൾ ഫ്രണ്ട് വെങ്കി വന്നിട്ട്, എന്താ അർജുൻ ഒന്നും കഴിക്കാനായില്ലേ? അർജുനൊന്ന് ഹെൽപ്പ് പോലും ചെയ്യാതെ വെങ്കി ഓർഡർ ഇട്ടുകൊണ്ട് ബാക്കി ഫ്രണ്ട്സിനോട്, വാടാ നമുക്ക് കുറച്ചു നേരം എന്തെങ്കിലും കളിച്ചോണ്ടിരിക്കാം. അത് കേട്ടപ്പോ അർജുന് വല്ലാതെ ദേഷ്യം വന്നിട്ട്, പൊന്നു മോനെ വെങ്കി, ഇന്ന് നീയാ ഫുഡ് ഉണ്ടാക്കണ്ടേ, എന്നിട്ട് ഞാനൊന്ന് ഹെൽപ്പ് എന്ന് കരുതിയപ്പോ നീ ഓർഡർ ഇടുന്നോ? അപ്പൊ എല്ലാവരോടും അവരവരുടെ ജോലി ചെയ്യാൻ പറയുമ്പോ കൂട്ടത്തില് ശക്തി എന്ന ഒരുത്തനുണ്ട്. അവൻ ഫോൺ എടുത്തിട്ട് അവന്റെ അച്ഛൻ വിളിക്കുന്ന പോലെ ഡ്രാമയും കാണിച്ചിട്ട് അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടാവാണ്. അപ്പോഴാണ് അർജുൻ ഒരു കോൾ വരുന്നത്. നോക്കുമ്പോൾ അർജുന്റെ അനിയത്തി ആയിട്ടുള്ള ശ്വേതയുടെ ഫ്രണ്ട് പ്രിയാണ്. അവള് പറയുന്നുണ്ട്, ഞാനിങ്ങനെ ശ്വേത പറഞ്ഞിട്ട് വിളിക്കാം, ഞാനും UK എന്നെ പഠനത്തിന് വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റി അതുപോലെ ഫുഡ് അക്കോമഡേഷനിലൊന്നും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ ആയിരിക്കില്ലേ? അപ്പൊ അർജുൻ, പ്രിയ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിട്ട് കയറിപ്പോര്, ഇവിടെ എല്ലാം ഓക്കെയാണ്. പിന്നെ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? എന്നാല് അർജുൻ ഫോൺ ചെയ്യുമ്പോൾ അവനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ ശക്തി ഫോണിൽ ഡ്രാമ ഇറക്കുന്നത്. അപ്പൊ ദേഷ്യം വന്ന അർജുൻ, ഒന്നും മെല്ലെ പറടാ. അപ്പോഴാണ് വെങ്കി വന്നിട്ട് പറയുന്നത്, അർജുനെ ഫുഡ് റെഡി. അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള സായും ശക്തിയും പറയുന്നത്, നമ്മുടെ എക്സ്പെൻസ് കുറച്ച് കൂടുതലാ, വീട്ടിൽ നിന്ന് പൈസ വെച്ചിട്ട് തരുന്നില്ല, അപ്പോൾ ചെലവ് എങ്ങനെയെങ്കിലൊക്കെ ചവിട്ടേണ്ടി വരും. അപ്പൊ വെങ്കി, അതിന്റെ ആവശ്യമില്ല, അതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പൊ അവര്, അതെന്താ, എന്താ ചെയ്യേണ്ടത്? 2 പേരുടെയും ഓരോ കിഡ്നിങ് ഒരിക്കോ നമുക്ക് വിറ്റേക്കാം. അങ്ങനെ അവര് വാരാണ്. എന്നാൽ അവര് പറയുന്നുണ്ട്, പൊന്നുമോനെ നീയൊക്കെ ചെലവാക്കുന്ന ചെലവിനെ കിഡ്നി വിറ്റാലും നടക്കും തോന്നില്ല. അപ്പൊ വെങ്കി ചോദിക്കുന്നുണ്ട്, നമുക്കൊരു കുപ്പി എടുത്താലോ? ഇവിടെ ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല, അപ്പോഴാ കുപ്പി ഡെയിലി അടിക്കാനേ എവിടെ നാടാ പൈസ? നമുക്കൊരു കാര്യം ചെയ്യാം, പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ചുറ്റിയിട്ട് വരാം, എന്നാലേ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. അപ്പൊ വെങ്കി പറയുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട് ബാലുല്ലേ, അവന്റെ ബർത്ത്ഡേ വരാൻ പോവല്ലേ, അപ്പൊ എന്റെ വക ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, അല്ല എന്ത് സർപ്രൈസാ? അതൊക്കെ അന്ന് കണ്ടാ പോരെ? ആയിക്കോട്ടെ. അപ്പൊ അവരും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടും കൂടി ഒരു സർപ്രൈസ് സെറ്റ് ചെയ്യാം. അങ്ങനെ അവര് പുറത്തേക്ക് പോയി നോക്കുമ്പോൾ അവര് സ്റ്റേ ചെയ്യുന്ന റൂമിലെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബാലുവിന്റെ ബർത്ത്ഡേ വരാൻ പോവല്ലേ, അപ്പോൾ ആ ഒരു ബർത്ത്ഡേ അടിച്ചു പൊളിക്കാനാണ് നമ്മുടെ വെങ്കി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഡെക്കറേഷൻ പരിപാടി മൊത്തം വെങ്കിയാണ് ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്തത്. അപ്പോൾ ബാക്കി ഫ്രണ്ട്സ് പറയുന്നുണ്ട്, പൊന്നാളിയ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഇന്ന് നമ്മൾ തകർക്കും. അങ്ങനെ അവർ ഓരോരുത്തരും ബെസ്റ്റ് ഫ്രണ്ടാണല്ലോ ബാലു. അങ്ങനെ ബാലുവിന്റെ ബർത്ത്ഡേ പാർട്ടി സ്റ്റാർട്ട് ആവാണ്. തുടക്കത്തിലൊക്കെ വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സ്റ്റാർട്ടായിട്ട് പതിയെ ആ ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ മുഖം തന്നെ മാറുകയാണ്. അതായത് നമ്മുടെ അർജുനും വെങ്കിയിലെ ഒരു മദ്യക്കുപ്പ് എടുത്തിട്ട് അവിടുന്ന് മാറിപ്പോയിട്ട് അതില് എന്തോ സെറ്റ് ചെയ്തിട്ട് വന്നിട്ട് ബാലുവിന് കൊടുക്കാണ്. എന്തോ സർപ്രൈസ് ആണെന്ന് തോന്നുന്നുണ്ട്. അവര് ചോദിക്കുന്നുണ്ട്, അല്ല ബാലു എങ്ങനെയുണ്ട് ടേസ്റ്റ്, വെറൈറ്റി അല്ലേ? അപ്പൊ അവനും പറയുന്നുണ്ട്, ഇത് കൊള്ളാല, എന്താണ് ഇതിൽ മിക്സ് ചെയ്ത്? അതൊക്കെ ഉണ്ട്, അതൊരു സർപ്രൈസ്. അങ്ങനെ എല്ലാവരും അടിച്ചു കിറങ്ങിയിട്ട് ബാലുവിന്റെ ബർത്ത്ഡേ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, അല്ല ബാലു ഇനിയിപ്പോ എന്ത് നോക്കാനാ, നമുക്ക് കേക്ക് മുറിക്കല്ലേ? അങ്ങനെ അവര് സെലിബ്രേറ്റ് ചെയ്യാനേ കേക്ക് എടുക്കാൻ പോയപ്പോ തന്നെ ബാലുവിന് ചെറുതായിട്ട് പന്തികേട് മണത്തിട്ടുണ്ട്.
ഇവന്മാരെന്തോ പണി വെക്കാൻ പോവാണ്. അപ്പോ അവരുടെ ഇടയിൽ നിന്ന് ബാലു ഓടി തള്ളി തടി തപ്പാൻ നോക്കുമ്പോ അവര് വിടുവോ? അവരെല്ലാരും കൂടി ബാലുവിന്റെ അടുത്ത് പഞ്ഞി കിടന്നിട്ട്, അതായത് എല്ലാം അടിച്ചു കിറങ്ങിയിട്ട് ബോധം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. എല്ലാവരുടെയും കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് കുറച്ച് റഫായിട്ട് പെരുമാറുമ്പോ അവരുടെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുന്ന ഉറപ്പായിട്ട് ബാലുവിലെ വാതിലും തുറന്നിട്ട് പുറത്തേക്ക് ഓടുകയാണ്. എന്നാൽ വാതിലടച്ചിട്ടാണ് ഓടുന്നത്. അപ്പൊ ഫ്രണ്ട്സ് പറയുന്നത്, പൊന്നു ബാലു വാതിൽ തുറന്നോ, ഇല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറുവേ. അപ്പൊ ബാലുവും ചിരിച്ചുകൊണ്ട് ആ ഒരു വാതിൽ തുറക്കാണ്. അപ്പോൾ എല്ലാരും കൂടി ബാലുവിനെ പിടിച്ചു വലിച്ച് ഉള്ളിലേക്ക് ഇട്ടിട്ട് പഞ്ഞി കിടുന്നുണ്ട്. അതിൽ ഓരോരുത്തര് ബാലുവിന്റെ തലയിൽ മുട്ടയടിക്കുകയാണ്. അതുപോലെ തക്കാളി വെച്ച് എറിയുന്നുണ്ട്. അതുപോലെ കഴിക്കാൻ കൊണ്ടുവന്ന പിസ എടുത്തിട്ട് മുഖത്ത് തേക്കുക. അതുപോലെ ബർത്ത്ഡേ കേക്കില്ലേ അത് മൊത്തം എടുത്തിട്ട് ശരീരത്തിൽ മൊത്തം തേച്ചു കൊടുക്കുന്നുണ്ട്. അതായത് അവരൊരു സെലിബ്രേഷൻ മോഡിലാണ് ചെയ്യുന്നത്. എന്നാൽ പതിയെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അവരറിയുന്നില്ല. അങ്ങനെ എല്ലാരും കൂടി ബാലുവിനെ പൊക്കി എടുത്തിട്ട് ഈ ഊഞ്ഞാലൊക്കെ ആട്ടൂലെ അതുപോലെ ആട്ടിയിട്ട് ദൂരേക്ക് എറിയാണ്. അപ്പോൾ കുറച്ച് ദൂരെയുള്ള ഒരു ടീപ്പോയിന്റെ മേലെ പോയിട്ട് ബാലു വീഴാണ്. അവർ എക്സ്പെക്ട് ചെയ്തില്ല. ആ ഒരു ടീപ്പോയുടെ ചില്ലൊക്കെ പൊട്ടിയിട്ട് താഴെ വീഴാണ്. എന്നാൽ ബാലു അവനൊന്നും സംസാരിക്കോ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ബാലു തമാശ കളിക്കലേ, എഴുന്നേക്കടാ, എടാ കളിക്കലേ, എഴുന്നേക്ക്. എന്നാൽ അവൻ എഴുന്നേക്കുന്നില്ല. തമാശ കളിക്കാണോ? അവന്റെ അരികിൽ വന്ന് നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ബാലുവില്ലേ ആ വീണ വീഴ്ചയിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവര് 4 പേരും തരിച്ചിരിക്കാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എങ്ങനെയെങ്കിലും ബാലുവിനെ രക്ഷിക്കാൻ പറ്റുമോ? അവര് വിറച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. അവരെല്ലാവരും ഭയന്ന് വിറച്ചിട്ട് ആ ഒരു വാതിൽ തുറന്നു നോക്കുമ്പോ പുറത്ത് നിൽക്കുന്നത് പോലീസ് ടീമാണ്. എന്നാല് അവര് ഒന്നും നടക്കാത്ത പോലെ മുഖത്ത് ഒരു പാവത്താന്റെ ഭാവം ഇട്ടിട്ട്, അല്ല എന്താ സാറേ എന്താ പ്രശ്നം ചോദിക്കുമ്പോ പോലീസ് പറയുന്നത്, നിങ്ങളിവിടെ എന്തോ ഭയങ്കര ബഹളാണെന്നോ പാർട്ടിയാണെന്നോ, അടുത്ത നെയ്ബേഴ്സിന് തീരെ സമാധാനമില്ല, ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എന്താ ഈ വീട്ടില് അത്രത്തോളം സൗണ്ട്, എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നുണ്ട്, സാറേ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആഹാ അതെല്ലേ. അല്ല നിങ്ങൾ എത്ര ആളുകളാണ് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്? അപ്പോൾ അറിയാതെ ശക്തി പറയുന്നുണ്ട്, സാറേ 5 പേരാ. എന്നാലും വെങ്കി, ഇല്ല സാറേ 5 അല്ല 4 പേരാ. അവന് തെറ്റിയതാ. അതെന്തെങ്കിലും ആവട്ടെ, 4 5 നെയ്ബേഴ്സിന് സമാധാനത്തിൽ കടക്കാൻ പറ്റുമോ? ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ആക്ഷൻ എടുക്കണോ? അപ്പോൾ അവർ പറയുന്നുണ്ട്, വേണ്ട സാറേ ഞങ്ങൾ ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ല, ഇനി ഉറങ്ങാൻ പോവാ. അല്ല നിങ്ങൾ എല്ലാവരുടെയും ഐഡിയ ഒന്ന് നോക്കട്ടെ. അപ്പോൾ ശക്തി വേഗം തന്നെ ഉള്ളിലേക്ക് ഐഡിയ എടുക്കാൻ പോകുമ്പോൾ വെങ്കി ചോദിക്കുന്നുണ്ട്, അല്ല സാറേ എന്തിനാ ഇപ്പൊ ഐഡിയ ഒക്കെ? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. ഓൾറെഡി ഒരു കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനും ഒരു മുൻകരുതലിനും വേണ്ടിയിട്ടാ. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഇനിയും ഇതുപോലെ നിങ്ങൾ വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഹിസ്റ്ററി എന്താന്ന് നമുക്ക് മനസ്സിലാവല്ലോ. ഇത് നമ്മൾ പോലീസ് ഓഫീസേഴ്സ് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. പിന്നെ നിങ്ങൾ ബർത്ത്ഡേ എൻജോയ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നെയ്ബേഴ്സിന് അവർക്കൊരു ശല്യം ഉണ്ടാവരുത്. അപ്പോൾ ഓക്കെ അല്ലേ? അതും പറഞ്ഞിട്ട് പോലീസ് ടീം അവിടെ നിന്ന് തിരിച്ചു പോവാണ്. പോലീസ് പോയി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ശ്വാസം നേരെ വീഴുന്നത്. ഇനി എങ്ങാനും അവരൊന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബാലുവിന്റെ ബോഡി കാണില്ലേ? പിന്നെ വിദേശ ജയിലില്ലേ എത്ര കാലം കിടക്കേണ്ടി വരും? അവര് 4 പേരും വല്ലാതെ ഭയന്നുപോട്ടില്ലേ? അപ്പോഴാണ് അർജുനിലെ തന്റെ ഏട്ടനായ ഭരത്തിനെ വിളിക്കാൻ ഫോൺ എടുക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്റെ ഏട്ടന് മാത്രമേ ഞങ്ങൾ രക്ഷിക്കാൻ പറ്റൂ. അങ്ങനെ തന്റെ ഫ്രണ്ട്സിനെ കൺവിൻസ് ചെയ്തിട്ടാണ് അർജുൻ തന്റെ ഏട്ടൻ ഭരത്തിനെ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഹീറോ ഭരത് അവരുടെ റൂമിലേക്ക് വരുന്നത്. ആഹാ ബർത്ത്ഡേ സെലിബ്രേഷനാ. അങ്ങനെ സോഫയിൽ പോയിരുന്നപ്പോഴാണ് അവരുടെ മുഖത്തുള്ള ആ ഒരു ഭയം കാണുന്നതും അതുപോലെ അവരിൽ ഒരാള് അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്നതും കാണുന്നത്. അപ്പോൾ ഷോക്കായി പോയ ഭരത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താടാ ചെയ്തു വെച്ചിട്ടുള്ളത്? അപ്പോൾ തുടക്കം മുതലേ ഇതുവരെ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ബാലു മരണപ്പെട്ടത്, എല്ലാ കാര്യവും അവരോരോരുത്തരും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഭരത് അവര് പറഞ്ഞു കേട്ടപ്പോ എന്തോ ഉള്ളിൽ ചെറിയ ഭയം തോന്നിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നില്ല. നമുക്ക് പോലീസിൽ ഇൻഫോം ചെയ്യാം, അതല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ പോലീസിനെ ഇൻഫോം ചെയ്യാൻ പോകുമ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ചേട്ടാ വേണ്ട ചേട്ടാ, ഇതെങ്ങാനും പുറത്തിറങ്ങി കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് തന്നെ കോഞ്ഞാട്ടേ പോ. ഈ ഒരു നാട്ടിലെ ജയിലില് എത്ര കാലം കിടക്കേണ്ടി വരും? എങ്ങനെയെങ്കിലും രക്ഷിക്കുക ചേട്ടാ, ആരോടും പറയല്ലേ. അപ്പൊ ഭരത്, അല്ല നിങ്ങൾ ഒരാളെ കൊന്നിട്ട് നിങ്ങൾ എന്താടാ പറയുന്നേ? അപ്പൊ അവര് പറയുന്നുണ്ട്, ഏട്ടാ ഞങ്ങൾ മനഃപൂർവ്വം കൊന്നൊന്നുമല്ല, ആക്സിഡന്റലി സംഭവിച്ചു പോയതാ. ഞങ്ങൾ ഇങ്ങനെയൊന്നും കരുതിയിരുന്നില്ല. നോർമലി ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെയും ബർത്ത്ഡേ ഞങ്ങൾ ഇങ്ങനെ തന്നെയാ എൻജോയ് ചെയ്തിരുന്നത്. അപ്പോ അതുപോലെ ഒന്ന് ട്രൈ ചെയ്തതാ. പക്ഷേ കുറച്ച് കൂടിപ്പോയി, കയ്യിന്ന് പോയി. എന്നാല് ബാലു അവൻ ഒരിക്കലും മരണപ്പെട്ടു പോന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല ചേട്ടാ. ഞങ്ങളെ രക്ഷിക്കാന് ഈ നാട്ടില് ചേട്ടനല്ലാതെ വേറെ ആരുമില്ല. ഞങ്ങൾ യുകെയിലേക്ക് വന്നു തന്നെ ചേട്ടനെ കണ്ടിട്ടല്ലേ. നിങ്ങളല്ലേ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തേ. പോലീസ്, മീഡിയ, ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഈ ഒരു വിവരം അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഞങ്ങൾക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ? ഞങ്ങളെ രക്ഷിക്കാന് എന്തെങ്കിലും ചെയ്യേ. അപ്പൊ ഭരത്, ഇത് നമ്മുടെ നാടല്ലടാ. ഇന്ത്യ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. ഇത് ഫോറിൻ കൺട്രിയാണ്. ഇവിടുത്തെ നിയമമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല. അങ്ങനെ അവരുടെ എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മരണപ്പെട്ട ബാലുവില്ലേ അവന്റെ ഫോൺ റിങ്ങാവുന്നത്. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ബാലുവിന്റെ
പാരന്റ്സ് ആണ്. എന്നാൽ ഫോൺ എടുത്തിട്ട് ഇപ്പൊ എന്താ പറയാ, അവരാരും ഫോൺ എടുക്കുന്നില്ല. അപ്പോ ഹീറോ ഭരത് ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ ഇപ്പോ നടന്ന ഒരു അപകടമില്ലേ, അതിപ്പോ വേറെ ആർക്കെങ്കിലും അറിയോ? അപ്പൊ അവര് ഇല്ലേട്ടാ, ഞങ്ങള് 5 പേർക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. അപ്പൊ ഹീറോ, അല്ല പ്രവീണ് അവനറിയോ? ഈ പ്രവീൺ ആരാന്ന് വെച്ചാല് നമ്മുടെ ഹീറോ ഭരതില്ലേ, ഭരതിന്റെ ഒരു ഫ്രണ്ടാണ്. അതായത് ആദ്യം UK ഉണ്ടായിരുന്നത് പ്രവീണാണ്, അതിനുശേഷമാണ് ഭരത് വരുന്നത്. അങ്ങനെ പ്രവീണിന്റെയും ഭരത്തിന്റെ ഹെൽപ്പിലാണ് ബാക്കി ഇവരെല്ലാവരും ആ നാട്ടിലേക്ക് വരുന്നത്. നമ്മുടെ ഹീറോ ഭരത്തിന്റെ കൂടെയാണ് പ്രവീണ് സ്റ്റേ ചെയ്യുന്നത്. പ്രവീണ് ജോലിക്ക് പോയതാണ്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോ പ്രവീണും ഈ കാര്യം മനസ്സിലായിട്ടില്ല. അപ്പോ നിലവില് ഇവർ 5 പേർക്ക് മാത്രമല്ലേ ഈ ഒരു കാര്യം അറിയുള്ളൂ. അപ്പോ ഇവരാ കാര്യം പുറത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ മറ്റൊരാള് ഇപ്പൊ എങ്ങനെ അറിയാൻ പോകുന്നത്? അപ്പോ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് അവര് മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോഴാണ് ബാലുവിന്റെ അമ്മയിലെ അവന്റെ ഓരോ ഫ്രണ്ട്സിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരാൾ ഫോൺ എടുക്കുന്നില്ല, അങ്ങനെ അടുത്ത ആൾ വിളിക്കാണ്, അയാൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ അവർ ഓരോരുത്തരും അവർ ഫോൺ പിക്കാതെ അവോയ്ഡ് ചെയ്യുമ്പോൾ ഭരത് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിങ്ങനെ ഫോൺ എടുക്കാതിരുന്നാല് അവരെന്താ കരുതുക? എന്നാൽ അവർ ഓരോരുത്തരും പറയുന്നത്, അല്ല ഫോൺ എടുത്തിട്ടിപ്പോ നമ്മൾ എന്താ പറയണ്ടേ? അപ്പൊ ഒരുത്തൻ ചോദിക്കുന്നുണ്ട്, അല്ല അവനെ 2 ദിവസമായിട്ട് കാണുന്നില്ല, അവൻ മിസ്സിംഗ് ആണ്, അവൻ എവിടെയാ പോയതെന്ന് അറിയില്ല എന്ന് പറഞ്ഞാലോ? അപ്പൊ ഭരത്, നിന്റെ തലയിലൊന്നും ഒന്നുമില്ലേ? അവരെ മകനെ കാണാനില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അവർ ആദ്യം എന്താ ചെയ്യാ? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യല്ലേ ചെയ്യാ? അപ്പൊ പോലീസ് നേരെ ഇങ്ങോട്ട് വരില്ലേ, ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് തല വെച്ച് കൊടുക്കുക. അത് മാത്രല്ല, അവന്റെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾ എത്ര നാള് ഈ ഒരു രഹസ്യം മറച്ചു പിടിക്കും? എന്തെങ്കിലും ഒരു നാള് ഈ സത്യം പുറത്തു വരില്ലേ? അപ്പൊ അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോ എന്ത് വന്നാലും ശരി, ധൈര്യമായിട്ട് ബാലുവിന്റെ അച്ഛനോടും അമ്മയോടും നടന്ന സത്യങ്ങൾ പറഞ്ഞേക്ക്. അവരൊന്ന് കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ബർത്ത്ഡേ എൻജോയ് ചെയ്യുമ്പോൾ തമാശ കളിച്ചുകൊണ്ടിരുന്നാണ്, അപ്പോൾ ആക്സിഡന്റിലാണ് അവൻ താഴെ വീണ് പോയതെന്നും അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്ന് അവരൊന്ന് ബോധിപ്പിക്കുക. അപ്പോൾ അവരുടെ മനസ്സറിയാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചൊക്കെ അവരെ ധരിപ്പിച്ചാൽ ചിലപ്പോൾ അവർ കേസൊന്നും കൊടുക്കില്ല. എന്നാൽ അവർ 4 പേർക്കും അതിന് മനസ്സ് വരുന്നില്ല. ഇനി ഇവര് പ്രതീക്ഷ പോലെയല്ല അച്ഛനും അമ്മയും ചിന്തിക്കുന്നെങ്കിലോ, ഇന്ന് ബാലുവിന്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അവന്റെ പാരന്റ്സ് ഡയറക്റ്റ് ആയിട്ട് അവനോട് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് മാറി മാറി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ അധികം നേരം എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓരോരുത്തര്, അവൻ ബാത്റൂമിലാണ്, അവൻ കിച്ചണിലാണ്, അവനിപ്പോ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയില്ല, കുറച്ച് വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓരോ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടും അവർ പലരും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ഒഴിവാകുകയല്ലേ. അപ്പോൾ ബാലുവിനെ UK കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ഭരതല്ലേ. അപ്പോൾ അവസാനം നമ്മുടെ ഹീറോ ഭരതിനെ തന്നെ ബാലുവിന്റെ അച്ഛനും അമ്മയും വിളിച്ചിട്ട്, മോനെ കുറെ നേരമായിട്ട് ബാലുവിനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല, അവന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടാണെങ്കിൽ അവൻ അവിടെയാണ് ഇവിടെയാണ്, കുറച്ച് കഴിയുമ്പോൾ എടുക്കും, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവരെന്തോ മറച്ചു വെക്കുന്ന പോലെ. ഭരത്, നിനക്ക് പറ്റുകയാണെങ്കിൽ എന്റെ മോന് ബാലുവിനൊന്ന് ഫോൺ കൊടുക്കോ? എന്നാൽ ഭരത്തിന് സത്യം മറച്ചു വെക്കാൻ പറ്റുന്നില്ല. അത് ചേച്ചി, അത് നിങ്ങളുടെ മകൻ ബാലു അവൻ മരണപ്പെട്ടു പോയി, അങ്ങനെ സത്യം പറഞ്ഞു പോവാണ്. അപ്പോ ബാലുവിന്റെ അമ്മ പറയുന്നത്, അല്ല ഭരതേ, ബർത്ത്ഡേക്ക് ബാലു പറഞ്ഞതാ അച്ഛനെയും അമ്മയും ഒന്ന് പ്രാങ്ക് ചെയ്യാനേ, ഇതുപോലെ നിങ്ങളുടെ എത്ര പ്രാങ്ക് ഞങ്ങൾ കണ്ടതാ, നിങ്ങൾ കളിക്കാതെ അവന് ഫോൺ കൊടുക്ക്. അപ്പൊ ഭരത്, അല്ല ചേച്ചി, ഇത് തമാശയല്ല, നിങ്ങളുടെ മകൻ ബാലു ഇപ്പൊ ജീവനോടെ ഇല്ല, അവൻ മരണപ്പെട്ടു പോയി. അങ്ങനെ എന്താണ് സംഭവിച്ചത് എല്ലാ കാര്യവും തുടക്കം മുതലേ വ്യക്തമായിട്ട് പറയാണ്. എന്നാൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ ബാലുവിന്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോണ്ട് വരുന്നില്ല. ഇനി ഒരിക്കലും തന്റെ മകൻ തിരിച്ചു വരില്ലെന്ന് അറിഞ്ഞപ്പോ ആ അമ്മ തകർന്നു പോയതായിരിക്കാം. ആ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഭരത് വല്ലാതെ കരഞ്ഞു പോവാണ്. അപ്പൊ അർജുന്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഏട്ടാ കരയിലേട്ടാ, ആകെ ഞങ്ങൾക്ക് ധൈര്യം തരേണ്ടത് അത് ചേട്ടനല്ലേ, ചേട്ടനും കൂടി കരഞ്ഞാലോ, പിന്നെ ഞങ്ങൾ ആരോടെ സഹായം ചോദിക്കുക? അപ്പോഴാണ് ബാലുവിന്റെ അച്ഛനില്ലേ ശക്തിയുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നത്. എന്നിട്ട് ദേഷ്യത്തില്, നിങ്ങൾ എന്താ ബാലുവിന്റെ അമ്മയെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പ്രാങ്ക് ചെയ്തെന്ന് പറഞ്ഞു, വെറുതെ കളിക്കാതെ അവന് ഫോൺ കൊടുക്ക്. എന്നാൽ അവർക്ക് എത്ര നേരം മറിക്കാൻ പറ്റും? അങ്ങനെ അവർ ഓരോരുത്തരും ഫോൺ വാങ്ങിയിട്ട് നടന്ന സംഭവങ്ങൾ പറയാണ്. എന്നാൽ അവര് പറഞ്ഞത് ബാലുവിന്റെ അച്ഛന് വിശ്വാസമായിട്ടില്ല. അപ്പോ നമ്മുടെ ഹീറോ ഭരതില്ലേ, ഭരതും ഫോൺ വാങ്ങിയിട്ട് അവർ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണെന്ന് ബാലുവിന്റെ അച്ഛനെ കൺവിൻസ് ചെയ്യാണ്. അവർക്ക് ഉറപ്പായിട്ടുണ്ട് തന്റെ മകൻ അവരെ വിട്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അവർക്കൊരു ഐഡിയ ഇല്ലാതെ തരിച്ചിരിക്കുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കാർ ഫോൺ വരികയാണ്. അതായത് അവരുടെ ഓരോരുത്തരുടെയും നാട്ടിലെ വീട്ടിൽ നിന്നാണ്. ബാലുവിന്റെ അച്ഛനും അമ്മയും അവർ ഓരോരുത്തരുടെയും വീട്ടിൽ പോയിട്ട് ഇവര് അവരുടെ മകൻ ബാലുവിനെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടിട്ട് ഇവര് വല്ലാതെ തരിച്ചു വന്നിട്ട് അവരുടെ പാരന്റ്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു വെച്ചിട്ടില്ലേ, നിങ്ങൾക്കൊക്കെ എങ്ങനെ ഒരാളെ കൊല്ലാൻ പറ്റുന്നേ? അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ആരും കൊന്നൊന്നുമില്ല, ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതാ. എന്നാൽ അത് കുറച്ച് കൂടിപ്പോയി. ആ ഒരു സെലിബ്രേഷന്റെ ഇടയിൽ അവൻ താഴെ വീണിട്ട് അവന്റെ തല നിലത്തടിച്ച് അങ്ങനെയാണ് അവൻ മരണപ്പെട്ടു പോകുന്നത്. ഞങ്ങൾ ആരും അവനെ മനഃപൂർവ്വം കൊലപ്പെടുത്താൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. അങ്ങനെ ഓരോരുത്തരും അവരുടെ പാരന്റ്സിനോട് പറയുന്നുണ്ട്. എന്നാൽ അവർക്ക് വിശ്വാസം വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഹീറോ ഭരതില്ലേ അവരുടെ ഫോൺ വാങ്ങിയിട്ട് ഓരോ പാരന്റ്സിനോടും നടന്ന കാര്യം പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതായത് നാട്ടിലിപ്പോ കാര്യം അറിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ ഇവരുടെ മേലെ കേസൊന്നും വരാതിരിക്കാന്, ഇനിയിപ്പോ ഇൻ കേസ് അവർ കേസ് കൊടുത്ത് പ്രശ്നമായി കഴിഞ്ഞാല് ഇവരുടെ 4 പേരുടെയും ഭാവി തന്നെ നഷ്ടപ്പെട്ടു പോലെ. എന്നാൽ അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. നോക്കുമ്പോ ഹീറോയുടെ ഫ്രണ്ട് പ്രവീണില്ലേ അവൻ തന്നെയാണ്. അവൻ ചോദിക്കുന്നുണ്ട്, അല്ലടാ ബാലുവിന്റെ വീട്ടിൽ നിന്ന് അവന്റെ അച്ഛനമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ എന്തോ സംഭവിച്ചു? നിന്റെ അനിയൻ ആ വീട്ടിലല്ലേ, അവനെ വിളിച്ചു നോക്ക്, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും പ്രാങ്ക് ആണോ? അപ്പൊ വരുത്, അല്ലടാ ശരിക്കും ബാലു അവനിനി ഇല്ല, അവന്റെ ഫ്രണ്ട്സ്
പാരന്റ്സ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതാ. അതിനിടയിൽ ഒരു ആക്സിഡന്റില് അവൻ മരണപ്പെട്ടു പോയി. നിന്റെ ഡ്യൂട്ടി കഴിയാനായില്ലേ, നീ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വാ. അപ്പോൾ പ്രവീൺ പറയുന്നിട്ട് ഞാൻ വേഗം തന്നെ വന്നേക്കാം. എന്നാൽ ഒരിക്കലും പ്രവീൺ ഈ കാര്യം അറിയാൻ പാടില്ല എന്ന് ഹീറോ കരുതിയതാ. എന്നാൽ ഇപ്പോ പ്രവീൺ പറഞ്ഞില്ലേ ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഭരത് നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാല് ചിലപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അതുകൊണ്ട് ബാലുവിന്റെ പാരന്റ്സിനെയോ നിങ്ങളുടെ പാരന്റ്സിനെയോ ആരെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. അങ്ങനെ തുടർച്ചയായിട്ട് അവർ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. അങ്ങനെ ടയർഡായിട്ട് അവർ ഉറങ്ങിപ്പോവാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ വീണ്ടും വിളിക്കുകയാണ്. അങ്ങനെ അവർ ഓരോരുത്തരും പാരന്റ്സ് ബാലുവിന്റെ അച്ഛനെയും അമ്മയും പോയി കണ്ടിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവര് 5 പേരും നല്ല കൂട്ടുകാരായിരുന്നില്ലേ. ബാലുവിന് നല്ലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ കൊടുക്കാൻ അവർ എൻജോയ് ചെയ്തതാ. അതിനിടയിൽ പറ്റിയ അപകടമല്ലേ. ഞങ്ങളുടെ മക്കളുടെ ഭാവി ഓർത്തിട്ട് അവരുടെ മേലെ കേസ് കൊടുക്കല്ലേ, അവരുടെ ജീവിതം നശിപ്പിക്കല്ലേ. അങ്ങനെ ഇവരുടെ പാരന്റ്സ് കൺവിൻസ് ചെയ്തിട്ട് അവസാനം ബാലുവിന്റെ അച്ഛനും അമ്മയും കേസൊന്നും കൊടുക്കില്ല എന്ന് അവരോട് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോ തൽക്കാലം അവർക്ക് സമാധാനിക്കാം, കാരണം പോലീസിന് ഭയക്കണ്ടല്ലോ. എന്നാൽ അപ്പോഴാണ് വീണ്ടും ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. അവർ ചെറുതായിട്ട് ഭയന്നു പോയിട്ട് വാതിൽ തുറക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ പ്രവീൺ തന്നെയാണ്. അതായത് പ്രവീണിന്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ വന്നതാണ്. അങ്ങനെ പതി ഉള്ളിലേക്ക് വന്നിട്ട് ഭരതിന് ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവന്റെ ചെവി തിന്നുന്നുണ്ട്. അല്ലടാ, അവന്മാരെ അടിച്ചു കിറങ്ങിയിട്ട് ബോധം കെട്ട് ഒരുത്തൻ കൊല്ലപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ട് നീ എന്താ അവരുടെ കൂടെ നിന്നിട്ട് അവരെ രക്ഷിക്കാൻ നോക്കുക? ഈ നാട്ടിലെ നിയമത്തെക്കുറിച്ച് നിനക്ക് അറിയില്ലേ? ഏറ്റവും നല്ലത് വേഗം പോലീസിലേക്ക് പോകുന്നതാ. ഇല്ലെങ്കിൽ നിനക്കും എനിക്കും ഈ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? എന്നാലും ഭരത് അതല്ലടാ, പോലീസിലേക്ക് പോയി കഴിഞ്ഞാല് അവരുടെ ഭാവി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കടാ. അപ്പൊ പ്രവീണ് അല്ല നിനക്കെന്താ അവരുടെ മേലെ ഇത്ര കൂടി സ്നേഹം വരാൻ കാരണം? നിന്റെ അനിയനുള്ളതുകൊണ്ടാ? അതൊരു കാരണമാണ്. എന്നാൽ അത് മാത്രമല്ല, ചെറുപ്പം മുതലേ എന്റെ അനിയന്റെ കൂടെ അവരൊക്കെ എന്റെ വീട്ടിലേക്ക് വന്നതാ. എല്ലാരെയും ഒരു അനിയനെ പോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളത്. അവരോരോരുത്തരും ആ സ്ഥാനത്ത് കണ്ടതുകൊണ്ട് ഇപ്പോ അവര് കുടുങ്ങിപ്പോയ ഈ ഒരു അവസ്ഥയിൽ അവരെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാടാ? അപ്പോഴാണ് പ്രവീണിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. നോക്കുമ്പോൾ അത് നമ്മുടെ വെങ്കിയില്ലേ, അവന്റെ അച്ഛനാണ്. അപ്പോൾ അങ്ങേര് കാര്യങ്ങൾ അറിഞ്ഞില്ലേ, അവര് വേണമെന്ന് വെച്ച് ചെയ്തതല്ലോ. എല്ലാരും ഹാപ്പിയായി സെലിബ്രേറ്റ് ചെയ്തപ്പോ അറിയാതെ സംഭവിച്ചതല്ലേ. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളും കൂടി കൈവിട്ടാലേ പിന്നെ അവർക്ക് ആരല്ലേ? പ്രവീണ് നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞങ്ങൾ അവനങ്ങോട്ട് അയച്ചത്. ഈ ഒരു സിറ്റുവേഷനിൽ അവരെ കൈവിടല്ലേ? എന്നാലും പ്രവീണ് അല്ലെങ്കിൽ എനിക്ക് അധികമൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ പേടി ഇപ്പം എന്താന്ന് വെച്ചാൽ ഈ ഒരു വീടില്ലേ അത് ഞാനാണ് ഇവർക്ക് എടുത്തു കൊടുത്തത്. അപ്പോൾ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വന്നാല് ആദ്യം പോലീസ് എന്നെ പിടിച്ചു കൊണ്ടുപോവാ. ഇത് ചില്ലറ റിസ്ക് ഒന്നുമില്ല. അല്ല പ്രവീണ്, നീ ഒന്ന് മനസ്സിലാക്ക്. അവർ 5 പേർക്കും ഒരു ഭാവിയുള്ളതല്ലേ. സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് സഹായിക്കേ. അപ്പോൾ പ്രവീണ് ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ അവന്മാരുടെ അടുത്ത് പോയിട്ട് അവരുടെ തല തിന്നുന്നുണ്ട്. ഒരുത്തന്റെ ജീവൻ പോകുന്നവരെ എന്ത് സെലിബ്രേഷൻ ആടാ. അല്ല ചേട്ടാ, ഞങ്ങള് വേണ്ടെന്ന് വെച്ചിട്ടല്ല, അറിയാതെ പറ്റിപ്പോയതാ. നിങ്ങൾക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ചെയ്താൽ പോരായിരുന്നോ? നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ വീട് അറേഞ്ച് ചെയ്ത് തന്നെ. ഇതിപ്പോ എന്റെ തലയിലാവൂലേ? എന്നെയും ഇതിലേക്ക് വലിച്ചിട്ടിട്ട് പിന്നെ എനിക്ക് അധികമൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്താ വേണ്ടത് അത് ആലോചിച്ച് ചെയ്തോ. ഞാൻ 2 ഭാഗത്തുണ്ടാവില്ല. ഞാൻ നൈസായിട്ട് ഇതിൽ നിന്ന് തടി വരും. പിന്നെ പോലീസിനെങ്ങാനും ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്നെ നോക്കണ്ട. നിങ്ങളെ വരുത്തി വെച്ചല്ലേ, നിങ്ങൾ തന്നെ എന്താ ചെയ്യണം തീരുമാനിക്കുക. എന്തെങ്കിലും പ്ലാൻ വെച്ചിട്ടുണ്ടോ? അപ്പോൾ അവര് പറയുന്നുണ്ട്, അല്ലേട്ടാ ഒരു കാര്യം ചെയ്താലോ, ഈ ഒരു നാട്ടിൽ നിന്ന് കുറെ ദൂരെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ബോഡി കുഴിച്ചിട്ടാലോ. എന്നാലും പ്രവീണ് അത് വേണ്ട, അത് റിസ്കാ. കാരണം എന്തായാലും എന്തെങ്കിലും ഒരിക്കൽ അത് പുറത്തു വരും. അപ്പോൾ ഒരുത്തൻ പറയുന്നുണ്ട്, അല്ലേട്ടാ ഞാൻ സിനിമയിലൊരു കാര്യം കണ്ടിട്ടുണ്ട്. അതായത് ആസിഡില് ബോഡി ഇട്ടിട്ട് മൊത്തമായിട്ട് കരിച്ച് പൊടിയാക്കി കളയാ. നമ്മുടെ ജയിലർ മൂവിയില് നമ്മുടെ വില്ലൻ വർമ്മ ഓരോരുത്തരെ ആസിഡ് ക്യാനിൽ മുക്കുന്നില്ലേ, അതുപോലെ. അപ്പൊ പ്രവീണ് നീയൊക്കെ പഠിക്കുന്ന സ്റ്റുഡന്റ് തന്നെയാ, തലയിലൊന്നുമില്ല. എടാ സിനിമ വേറെയാ, റിയാലിറ്റി വേറെയാ. അത്രക്കും പവർഫുൾ ആയിട്ടുള്ള ആസിഡ് ഒന്നും നമുക്ക് കിട്ടില്ല. ഇനിയിപ്പോ അതുപോലെ ആസിഡ് കിട്ടിയാലും അത് കുറച്ചൊന്നും പോരാ, വലിയ ബാരൽ കണക്കിന് വേണം. ഇനിയിപ്പോ അങ്ങനെ ബാരൽ കണക്കിന് കിട്ടിയെന്നിരിക്കട്ടെ, അത് വാങ്ങാൻ ലൈസൻസ് വേണം, അതുപോലെ നല്ല പൈസയും വേണം. ഇനി പൈസ ഒപ്പിച്ചാലും ലൈസൻസ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും അത് കിട്ടാൻ പോകുന്നില്ല. പിന്നെ നടക്കാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഭരത് പറയുന്നുണ്ട്, അല്ല പ്രവീണ് നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ വീട്ടിന്റെ ബാക്കാർഡിൽ തന്നെ അങ്ങ് കുഴിച്ചിട്ടാലോ. എന്നാലും പ്രവീണ് നമ്മുടെയൊക്കെ പഠിത്തം ഒരു 2-3 വർഷത്തിൽ തീരില്ലേ. അപ്പൊ എന്തായാലും ഈ വീട് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകും. അത് കഴിഞ്ഞിട്ട് ഈ വീട് വേറെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാലേ അവരെന്തെങ്കിലും റെനോവേറ്റ് വർക്ക് ഈ വീട്ടിൽ ചെയ്താലേ അപ്പോഴും നമ്മൾ പിടിക്കപ്പെടും. കാരണം മുൻപ് ഈ വീട്ടിൽ താമസിച്ച നമ്മുടെ മേലെ തന്നെയാണ് ആദ്യം സംശയം വരിക. അപ്പോൾ പ്രവീണ് പറയുന്നുണ്ട്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആകെ ഒരു വഴിയേ ഉള്ളൂ. അതായത് എത്ര പൈസ ഇട്ടിട്ടാണെങ്കിലും ഈ ഒരു വീട് സ്വന്തം പേരിൽ വാങ്ങുക. അപ്പോൾ ലൈഫ് ലോങ് ഈ വീടിന്റെ ആക്സസ് നിങ്ങൾക്ക് മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഭയപ്പെടാനില്ല. പിന്നെ രണ്ടാമതായിട്ട് ഈ വീട്ടില് ബാലു എന്ന ഒരു പയ്യൻ വന്നതായിട്ടും ഇവിടെ താമസിച്ചതായിട്ടും ഒരു തെളിവും ഇവിടെ അവശേഷിപ്പിക്കാൻ പാടില്ല. അവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും എല്ലാ ഡോക്യുമെന്റ്സും ഒന്നും മിസ്സാക്കാതെ എല്ലാം റിമൂവ് ചെയ്തേക്ക്. അങ്ങനെ ഉടനെ തന്നെ ആ ഒരു പയ്യന്മാരില്ലേ അവരെല്ലാരും ചേർന്നിട്ട് ബാലുവിന്റെ ഈ നാട്ടിലുള്ള ID കാർഡ്, അതുപോലെ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട്സ്, അങ്ങനെ എല്ലാ എവിഡൻസും അവർ നശിപ്പിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയ്ക്ക് വേറെ കോൾ വരുന്നത്. നോക്കുമ്പോൾ ബാലുവിന്റെ അച്ഛനും അമ്മയാണ്. അവർ പറയുന്നത്, ഞങ്ങൾക്ക് അവസാനമായിട്ട്
ഞങ്ങളുടെ മകനെ ഒന്ന് നേരിട്ട് കാണണം. അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭരത് ബാലുവിനെ ഈ ഒരു കണ്ടീഷനിലാണ് അവൻ്റെ അച്ഛനും അമ്മയും കാണുന്നെങ്കിൽ അവർ വല്ലാതെ സങ്കടപ്പെടും. അതുകൊണ്ട് അവൻ്റെ ബോഡിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു വിരിയൊക്കെ വിരിച്ച് ഒന്ന് വൃത്തിയാക്കുക. അങ്ങനെ അവരും അതുപോലെ ക്ലീൻ ചെയ്യാണ്. അങ്ങനെ ബാലുവിൻ്റെ അച്ഛനും അമ്മയും വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാന്നറിയാതെ അവര് കൺഫ്യൂസ് ആയി നിൽക്കുമ്പോൾ സായി വെങ്കിയോട് പറയുന്നുണ്ട്, ഇതൊക്കെ നീ വരുത്തി വെച്ചാടാ. ഈ ബർത്ത്ഡേ പാർട്ടി നിന്റെ പ്ലാനല്ലേ? നീ ഇത് ഓർഗനൈസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ വെങ്കി പാർട്ടി ഓർഗനൈസ് ചെയ്തതല്ല പ്രശ്നം. എല്ലാവരും കൂത്താടിയിട്ട് മാക്സിമം എൻജോയ് ചെയ്തില്ലേ? അവനെ ടീസ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നില്ലേ? ഞാൻ മാത്രമല്ലല്ലോ. അവസാനം അവനെ തള്ളി വിട്ടപ്പോ അപ്പോഴും നീ മുന്നിൽ തന്നെ ഉണ്ടായില്ലേ? അവസാനം ഒരു പ്രശ്നം വന്നപ്പോ എല്ലാം എന്റെ തലയിലിട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കുക. പൊന്നുമോനെ ജയിലിലേക്കാണെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും ഒന്നിച്ച് ഒറ്റയ്ക്ക് രക്ഷപ്പെടാന്ന് മനക്കോട കെട്ടണ്ടാട്ടാ. അപ്പോൾ ഒരു റൂമില് ഒറ്റയ്ക്ക് നമ്മുടെ ഹീറോ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടൊന്ന് പ്രവീണില്ലേ ഒരു രഹസ്യം പറയാണ്. അല്ല ഭരത്തെ, ഈ പയ്യന്മാര് പറയുന്ന പോലെ ഇത് ആക്സിഡന്റ് തന്നെയാണോ? അതെന്താടാ നിനക്കൊരു സംശയം? അല്ല, ബാലുവിന്റെ ബോഡി നോക്കിയപ്പോ അവന്റെ ബോഡിയിൽ ഒരു ചെറിയ മുറിവോ അല്ലെങ്കിൽ പാടുകളോ അല്ലെങ്കിൽ രക്തം എവിടെ ആയിട്ടൊന്നുമില്ല. അവന്റെ ബോഡി മാറ്റിയില്ലേ, ആ സമയത്ത് അവിടെ രക്തമൊന്നുമില്ല. അങ്ങനെ ഒരു ചെറിയ പരിക്ക് പോലും പറ്റാതെ അവനിങ്ങനെ മരണപ്പെടുക. അപ്പൊ ഭരത്, അല്ല നീ ഇതെന്താ പറഞ്ഞിരുന്നേ? അല്ലടാ, ബാലുവിന്റെ ബോഡിയില്ലേ നമ്മള് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാറ്റിയില്ലേ? അപ്പോ ഞാൻ അവന്റെ ബോഡി ശരിക്കൊന്ന് ശ്രദ്ധിച്ചപ്പോ ബോഡി മുഴുവനായിട്ട് ഒരു പിങ്ക് കളറിൽ മാറിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു രഹസ്യം ഉണ്ടടാ. അപ്പൊ ഭരത്, അല്ല നീ എന്താ പറഞ്ഞു വരുന്നേ? ബാലുവിന്റെ ഇതൊരു സാധാരണ മരണമല്ല, ഒരു കൊലപാതകമാണെന്ന് നിനക്ക് സംശയമുണ്ടോ? അപ്പൊ പ്രവീണ്, അങ്ങനെ ചോദിച്ചാലേ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നാല് ചില സാധ്യതകളുണ്ട്. എന്തായാലും ബാലുവിന്റെ അച്ഛനും അമ്മയും വരട്ടെ, എന്നിട്ട് തീരുമാനിക്കും. അപ്പൊ ഭരത്, അവര് വരാൻ വേണ്ടിട്ട് കുറെ ടൈം എടുക്കും. അതിനുള്ളില് ബാലുവിന്റെ മരണം അതൊരു മർഡർ ആണോ എന്ന് നമുക്ക് തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലോ? എന്നാല് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ ആ 4 പേരില് വേറെ ആരും അറിയാൻ പാടില്ല. അവർക്ക് പ്രത്യേകിച്ച് ഒരു സംശയം തോന്നാനും പാടില്ല. അങ്ങനെ അതിന് പ്രവീണ് സമ്മതിക്കാണ്. അങ്ങനെ ഭരത്തും പ്രവീണുമില്ലേ അവരെ 4 പേരെയും ഓരോരുത്തരായിട്ട് നൈസായിട്ട് ചോദ്യം ചെയ്യാണ്. അതായത്, നിനക്ക് എങ്ങനെയാ ബാലുവായിട്ടുള്ള പരിചയം? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ആവുന്നത്? ഇതുവരെയായിട്ട് എപ്പോഴെങ്കിലും ബാലു നിങ്ങളായിട്ട് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് ബാലുവിനോട് ദേഷ്യം തോന്നുന്ന എന്തെങ്കിലും സാഹചര്യം, അല്ലെങ്കിൽ ബാലുവിന് നിന്നോട് ദേഷ്യം തോന്നുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ? അങ്ങനെ പല ചോദ്യങ്ങളും അവരോട് നൈസായിട്ട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ബാലുവിന്റെ മരണം ഒരു മർഡറായിട്ട് സംശയം തോന്നിയിട്ടാണ് അവരെ ചോദ്യം ചെയ്യുന്നതെന്ന് അവർക്ക് ഒരു ഡൗട്ടും തോന്നാത്ത രീതിയിലാണ് നമ്മുടെ ഭരത്തും പ്രവീണും അവരെ ചോദ്യം ചെയ്യുന്നത്. എന്നാൽ അവര് ചോദിച്ച ചോദ്യത്തിനൊക്കെ പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ മാത്രമാണ് അവർ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരാർക്കും ബാലുവിനെ കൊല്ലാനുള്ള ഒരു പേഴ്സണൽ ഗ്രഡ്ജ് എവിടെയില്ല. പിന്നെ എങ്ങനെയായിരിക്കും? എന്നാലും പ്രവീണിന്റെ മനസ്സിൽ എവിടെയോ എന്തോ സംശയമുണ്ട്. അല്ലടാ, ഇവരിങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ ബാലുവിന്റെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവ് പാടില്ലാതെ ശരീരം അങ്ങനെ പിങ്ക് കളറാവുക? അപ്പോഴാണ് നമ്മുടെ ഭരത് ഓർക്കുന്നത്, അല്ല ബാലുവിന്റെ റൂം നമ്മൾ ചെക്ക് ചെയ്തില്ലല്ലോ. അങ്ങനെ ആ ഒരു റൂം അരിച്ചു പെറുക്കി നോക്കുമ്പോൾ അവിടെ ഈ ആസ്മയ്ക്ക് ഉപയോഗിക്കുന്ന ഇൻഹേലർ ഇല്ലേ, ആ ഒരു ഇൻഹേലറും അതിന്റെ ടാബ്ലറ്റും ഉണ്ട്. എന്നാൽ ടാബ്ലറ്റ് നോക്കുമ്പോൾ അത് ആസ്മക്കുള്ളതല്ല, ഈ സ്കിന്നിന് അലർജി വരില്ലേ അതിന്റെ പ്രിക്കോഷൻ ആയിട്ടുള്ള ടാബ്ലറ്റ് ആണ്. അപ്പോഴാണ് ഭഗതിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. അതായത് ബാലുവിന് ഓൾറെഡി ആസ്മ ഉണ്ടായിരുന്നു. എന്നാൽ ഫ്രണ്ട്സ് അതൊന്നും ഓർക്കാതെ മാക്സിമം എൻജോയ് ചെയ്തപ്പോൾ അതിനിടയിൽ ബാലുവിന് ആസ്മ വന്നിട്ട് അവന് ശ്വാസം കിട്ടാതായിട്ടുണ്ട്. അങ്ങനെയാണ് അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് അവൻ മരണപ്പെട്ടു പോകുന്നതും. ഓൾറെഡി അവന് ഈ സ്കിൻ അലർജി ഉള്ളതുകൊണ്ട് ഈ ടാബ്ലറ്റ് കഴിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന്റെ റിയാക്ഷൻ ആയിട്ടായിരിക്കാം ശരീരത്തിൽ അങ്ങനെ ഒരു പിങ്ക് കളർ വന്നതും. പ്രവീണെ, നിനക്കതിൽ സംശയം തോന്നിയതോ? നിനക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ. അങ്ങനെ ആ ഒരു ടാബ്ലറ്റും ഇൻഹേലറും പ്രവീണിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഭഗത് പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ. എന്നാലും പ്രവീണിന്റെ മനസ്സ് പറയുന്നത് എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പോഴാണ് വെറുതെ പ്രവീണിന് സംശയം തോന്നിയിട്ട് ബാലുവിന്റെ റൂമിലെ ഡെസ്പിൽ ചെക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു വിഷക്കുപ്പി കിട്ടുന്നത്, പൊട്ടാസ്യം സയനൈഡിന്റേത്. എന്നിട്ട് ഭഗതിന്റെ കയ്യിലെ ആ ഒരു ബോട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയുന്നുണ്ട്, എന്റെ സംശയം അത് സത്യം തന്നെയാ. ബാലുവിന്റേത് സാധാരണ ഒരു ആക്സിഡന്റൽ മരണമല്ല, അവനെ ആരോ കരുതുകൂട്ടി കൊലപ്പെടുത്തിയത് തന്നെയാണ്. അതിന് അവര് ഈ ഒരു സൈനൈഡ് വിഷം അത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭഗത്ത്, അപ്പോൾ ആ ഒരു ഇൻഹേലറും ആ ഒരു ടാബ്ലറ്റോ അത് അവൻ നോർമലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി അലർജിക്ക് ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ശരീരം അത്രത്തോളം പിങ്ക് ഒന്നും ആവില്ല. അവന്റെ ശരീരത്തിൽ വിഷം കടന്നിട്ടുണ്ട്. അതിന്റെ റിയാക്ഷനാണ് ആ ഒരു പിങ്ക് കളറിൽ കണ്ടത്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു പോയിസൺ ഇല്ലേ, അത് പെട്ടെന്ന് ആർക്കും അങ്ങനെ ആക്സസ് ചെയ്ത് വാങ്ങാൻ പറ്റില്ല. കാരണം ഒന്നാമത് ഇത് ഇല്ലീഗലാണ്. അപ്പോൾ ബ്ലാക്ക് മാർക്കറ്റിൽ മാത്രമേ ഇത് വാങ്ങാൻ പറ്റൂ. അപ്പോൾ ഈ കൂട്ടത്തിൽ അങ്ങനെ ആരോ ഒരുത്തനുണ്ട്. അപ്പോൾ അവനെ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. കാരണം ഉറപ്പായിട്ടും അവൻ ഓൺലൈൻ ത്രൂ ആയിരിക്കും പൈസ അടച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവന്മാരുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ 4 പേര് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഓരോരുത്തരും അറിയാതെ അവരുടെ ഫോൺ എടുത്തിട്ട് അവർ റീസെന്റ് ആയിട്ട് നടത്തിയ ഓൺലൈൻ ട്രാൻസാക്ഷൻസുകൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് അവർക്ക് പ്രത്യേകിച്ച് ഒരു ക്ലൂവും കിട്ടിയില്ല. അതായത് അവർ 4 പേരും അങ്ങനെ ഒരു പോയിസനും വാങ്ങിയിട്ടില്ല. അപ്പൊ ഭാഗത്ത് ഇത് നിന്റെ സംശയം മാത്രമായിരിക്കും. ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തിയിട്ടെന്ന് വെച്ചിട്ട് അവർ നല്ലവരൊന്നാവില്ല.
അവർക്ക് പരിചയമുള്ള ആരെങ്കിലും വഴി ചിലപ്പോ ലോക്കൽ ഷോപ്പിൽ നിന്ന് സ്വാധീനം ഉപയോഗിച്ച് വാങ്ങിയതായിരിക്കും. അപ്പോൾ എങ്ങനെയാ അത് വാങ്ങിയതെന്ന് അവരെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കാം. എന്നാൽ ഭഗത്തിന്റെ ശരീരത്തിൽ അതെങ്ങനെയാ കടന്നത്, അവരെന്തെങ്കിലും മിക്സ് ചെയ്തിട്ടാണ് അത് കൊടുത്തത്, അത് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ ആ ഒരു വീട് മുഴുവനായിട്ട് അരിച്ചു പെറുക്കി നോക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു വിഷയം എന്തായാലും ഭക്ഷണത്തിൽ മിക്സ് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം എല്ലാ ആളുകളും ഒന്നിച്ചില്ല ഭക്ഷണം കഴിക്കുക. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ബാലുവിന് മാത്രമായിട്ട് അവരെന്തെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ അത് ചെക്ക് ചെയ്ത് നോക്കാണ്. അപ്പോഴാണ് ബാലുവിന് മാത്രം അവന് ഇഷ്ടപ്പെട്ട ഒരു മദ്യക്കുപ്പി കൊടുത്തിട്ടുണ്ട്. അത് ബാലു മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഡ്രിങ്ക് എടുത്തിട്ട് അതിന്റെ അടിയിൽ നോക്കുമ്പോൾ അതിൽ കറുത്ത നിറത്തിൽ എന്തോന്നുണ്ട്. അപ്പോൾ അവർ സംശയം തോന്നിട്ട് നമ്മുടെ സായെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി ചോദിക്കുന്നുണ്ട്, ഈ കുപ്പിയിൽ നിങ്ങൾ എന്താണ് മിക്സ് ചെയ്തേ? അപ്പോൾ ആ പതറി പറയുന്നുണ്ട്, അത് ചേട്ടാ അതിൽ അവര് യൂറിൻ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെന്ന് യൂറിൻ മിക്സ് ചെയ്തെന്നോ? അല്ല, ആരാടത് ചെയ്തേ? അത് വെങ്കിയും അർജുനും ചേർന്നിട്ടാ. അവൻ തന്നെയല്ലേ ഈ പാർട്ടി സെറ്റ് ചെയ്തേ? അപ്പോൾ ഞങ്ങളുടെ ഒക്കെ കൺമുമ്പിൽ വെച്ചിട്ട് അവൻ കിച്ചണിൽ വെച്ചിട്ടാണ് ആ ഒരു വൃത്തികേട് ചെയ്തത്. അവനൊരു നാണോ മാനോ ഉണ്ടായിരുന്നില്ല. അപ്പൊ അർജുൻ ദേഷ്യത്തില്, നീ എന്താടാ ചെയ്യുന്നേ, എടുത്തിട്ട് പോടെന്ന് പറഞ്ഞപ്പോ, എന്റെ മൂത്രം അത് കുറച്ച് അമൃതാടാ, അവൻ കുടിക്കട്ടെ, അതും പറഞ്ഞിട്ടാണ് അവൻ കുടിപ്പിച്ചത്. എന്നാൽ ഭരതനും നമ്മുടെ പ്രവീണിനും അർജുനില്ലേ എന്തോ ഒരു രഹസ്യം ഒളിപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോ ഭരത് തന്റെ അനിയനായ അർജുനോട്, അർജുനെ നീ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്, മര്യാദക്ക് സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ എന്റെ മറ്റൊരു മുഖം നീ കാണും. അപ്പൊ അർജുൻ ഉള്ളു പൊട്ടിപ്പോയിട്ട് കരഞ്ഞു പോവാണ്. എന്നിട്ട് അവന്റെ ഉള്ളില് അവൻ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യം പറയാണ്. അവൻ ദേഷ്യത്തില് ഭരതനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ നമ്മുടെ കുടുംബം വിട്ടിട്ട് നാടും വിട്ട് വിദേശത്തേക്ക് കയറിയില്ലേ? എപ്പോഴും നിനക്ക് സമ്പാദിക്കണം, പണം ഉണ്ടാക്കണമെന്ന് മാത്രമായിരുന്നില്ലേ? നമ്മുടെ അനിയത്തി ശ്വേത അവൾ മരിക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അവൾക്കതിന് പറ്റിയില്ല. അവൾ എത്ര പ്രാവശ്യം നിന്നെ വിളിച്ചതാ, എന്നിട്ട് നീ ഫോൺ എടുത്തോ? അവളുടെ അവസാന ആഗ്രഹം നടക്കാതെ അവൾ എന്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് പിടഞ്ഞു മരണപ്പെട്ടെ. എനിക്ക് എന്നു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവളുടെ മുഖം വരുന്നേ. എന്റെ സമാധാനം നഷ്ടപ്പെട്ടിട്ട് ഉറക്കമില്ലാതായിട്ട് എത്ര നാളെയെന്നറിയോ? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഏട്ടൻ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തിയിട്ടുണ്ടോ? അതും പറഞ്ഞിട്ടാണ് അവൻ കരഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മുടെ അനിയത്തി ശ്വേതയിലെ അവളുടെ ബർത്ത്ഡേ ദിവസം ഏട്ടൻ അവളെ ഒന്ന് വിഷു എന്ന് കരുതിയിട്ട് അവൾ കാത്തിരുന്നപ്പോഴും നിങ്ങൾ ഒന്ന് വിഷു പോലും ചെയ്തില്ല. ഇനിയിപ്പോ ചിലപ്പോ ഏട്ടൻ തന്റെ ബർത്ത്ഡേ മറന്നു പോകാതായിരിക്കും എന്ന് കരുതിയിട്ട് നിങ്ങളെ വിളിക്കാൻ നോക്കിയിട്ട് അന്ന് ഫോൺ കണക്ട് ആയൂല. അങ്ങനെ കുറെ നേരം കാത്തിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് ഏതൊരു ഫോൺ വന്നത്. അപ്പോൾ അവള് സന്തോഷത്തില് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. എന്നാല് കുറെ നേരം കഴിഞ്ഞിട്ടും അവള് തിരിച്ചിരുന്ന് കാണാതായപ്പോ ഞങ്ങള് ചുറ്റിലും മുഴുവനായിട്ട് അന്വേഷിച്ചു നോക്കി. എന്നാല് എത്ര തെരഞ്ഞിട്ടും നമ്മുടെ അനിയത്തി ശ്വേത അവൾ എവിടെയാ പോയത് ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഞങ്ങൾ കരുതിയിരുന്നത് ഏട്ടാ നിന്നെ തേടി വന്നുന്നാ. എന്നാൽ അപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വരുന്നേ. പോയി നോക്കുമ്പോ നമ്മുടെ അനിയത്തി ശ്വേതയിലെ അവളുടെ മുഖം ചതഞ്ഞു പോയിട്ട് അവൾ മരണപ്പെട്ട് കിടക്കായിരുന്നു. ആ ഒരു കാഴ്ച കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്റെ ഉള്ളു പൊട്ടിപ്പോയി. അന്ന് ഏട്ടാ നിന്നെ വിളിച്ചപ്പോ അനിയത്തിയുടെ ഫോൺ എടുത്തിരുന്നെങ്കിലേ അവള് പുറത്തു പോവായിരുന്നു. അവൾക്ക് ആ ഒരു അവസ്ഥ വരുമായിരുന്നു. അവള് നമ്മളെ വിട്ടിട്ട് എന്നേക്കുമായിട്ട് അകന്നു പോവായിരുന്നു. ഉള്ളിലെ സങ്കടം സഹിക്കാൻ പറ്റാതെ അർജുന്റെ മനസ്സ് തകർന്ന് കരയാണ്. എന്നിട്ട് അർജുൻ പറയുന്നുണ്ട്, നിങ്ങൾക്കറിയോ എന്റെ അനിയത്തി അവളെ ഒരാൾ കൊന്നതാ. അത് വേറെ ആരുമല്ല, എന്റെ കൂടെ നിന്ന് കൂട്ടുകാരനായിട്ട് ഡ്രാമ ഇറക്കിയ ഇപ്പോ ചത്ത് മലച്ചടക്കുന്നില്ലേ ബാലു, അവൻ തന്നെയാ. എന്റെ അനിയത്തെ കൊന്നവനെ ഞാനെന്താ പൂജിക്കണോ? അവനെ ഞാൻ തന്നെ കൊന്നുകളഞ്ഞേ. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇത് എന്താ പറയുന്നേ? നമ്മുടെ അനിയത്തിയെ ബാലു എന്തു ചെയ്തുന്നാ? അപ്പോഴാണ് അർജുൻ നടന്ന ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അതായത് കഥയുടെ ആരംഭത്തിലെ നമ്മുടെ ശ്വേതയുടെ ഫ്രണ്ട് ആയിട്ടുള്ള പ്രിയ കോൾ ചെയ്തിരുന്നില്ലേ അവൾക്ക് UK വരാനായിട്ട്, അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട്. അതിനുശേഷം അവള് ചോദിച്ചിരുന്നു, ഇപ്പോ നിങ്ങളുടെ മനസ്സൊക്കെ ഓക്കെ അല്ലേ, വീട്ടിലെ എല്ലാരും ഓക്കെ അല്ലേ, അതുപോലെ ബാലു അവനോ? അപ്പൊ അർജുൻ, അല്ല പ്രിയ നീ എന്താ ആവശ്യമൊന്നുമില്ലാതെ ബാലുവിനെ കുറിച്ച് ചോദിക്കുന്നേ? അപ്പൊ പ്രിയ പറയുന്നുണ്ട്, ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്നാൽ ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. അതായത് അർജുന്റെ അനിയത്തി ശ്വേതയും അതുപോലെ ബാലുവും കുറച്ചു നാളായിട്ട് പ്രണയത്തിലായിരുന്നു. എന്നാൽ ആ ഒരു വിവരം ആരും അറിഞ്ഞിരുന്നില്ല. അവര് രഹസ്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു. തുടക്കത്തിലൊക്കെ ബാലുവിന് ശ്വേതയോട് നല്ല പ്രണയം തന്നെയായിരുന്നു. അതുപോലെ അവളെ നല്ല രീതിയിൽ തന്നെ കെയറും ചെയ്യായിരുന്നു. എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ പതിയെ അവന്റെ റിയൽ ക്യാരക്ടർ പുറത്തു വരാൻ തുടങ്ങി. അതായത് ശ്വേതയുടെ മേലെ ഒടുക്കത്തെ സംശയമായി. അവൾക്ക് ആരോടും സംസാരിക്കാൻ പാടില്ല. ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതും പറഞ്ഞിട്ട് അവൾ വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് കൺട്രോൾ ചെയ്ത് ശ്വേതയെ വല്ലാതെ ടോർച്ചർ ചെയ്ത് ഒരു കേജിൽ അടഞ്ഞ പോലെ അവൾക്ക് ഫീൽ ചെയ്തപ്പോ അവള് ബാലുവിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാലുവിനെ പതിയെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അവനാണെങ്കിൽ അതിന് സമ്മതിച്ചില്ല. പിന്നാലെ പോയിട്ട് അവളെ വീണ്ടും ടോർച്ചർ ചെയ്ത് ഫോഴ്സ് ചെയ്ത് അവളെ അവന്റെ ജീവിതത്തിലേക്ക് പിടിച്ചു വലിക്കായിരുന്നു. എന്നാൽ ഭരതിന്റെയും അർജുന്റെ അനിയത്തി ശ്വേതയെ ബാലു അവരുടെ കൂട്ടുകാരായി നിന്നിട്ട് അവരുടെ അനിയത്തിയാണെന്ന് അറിഞ്ഞിട്ട് പോലും പ്രണയിച്ച് ടോർച്ചർ ചെയ്തില്ലേ. എന്നാൽ ഈ കാര്യമൊന്നും നമ്മുടെ ഭരതും അതുപോലെ അർജുനും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ അന്ന് ശ്വേത മരണപ്പെട്ട ദിവസം അവൾക്കൊരു കോള് വന്നിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. അപ്പോൾ അന്ന് അവസാനമായിട്ട് അവളെ വിളിച്ചു തരാൻ നോക്കിയപ്പോൾ അത് ബാലുവായിരുന്നു. അപ്പോൾ ബാലുവിനെ കാണാൻ പോയപ്പോഴാണ് ശ്വേതയുടെ തലക്ക് അടിയേറ്റിട്ട് അവൾ മരണപ്പെടുന്നത്. എന്നാൽ അവളുടെ മരണമില്ലേ
പോലീസ് എങ്ങനെയാണ് കേസ് ക്ലോസ് ചെയ്തെന്നറിയോ? അവൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചാണെന്നാണ്. അതിൽ ഒരു ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിട്ട് അയാൾ ഇപ്പോഴും ജയിലിലുണ്ട്. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ അർജുനോട് പറഞ്ഞിട്ട് പ്രിയ ഫോൺ കട്ട് ചെയ്തതാണ്. അന്ന് മുതൽ നമ്മുടെ അർജുനിലെ ബാലുവിന് മേലെ നല്ല സംശയം തുടങ്ങി. അതുകൊണ്ട് തന്നെ ഫേക്ക് അഡ്രസ്സും കൊടുത്തിട്ട് ഒരു പുതിയ നമ്പർ എടുത്ത് ആ ഒരു നമ്പറിൽ നിന്ന് ബാലുവിന് മെസ്സേജ് അയക്കുകയാണ്. അതായത് നീ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയില്ലേ, ആ ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രഹസ്യങ്ങള് പുറത്തു വരാതിരിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന പൈസ തരണം. അതായത് ബാലുവാണ് അവളെ ഉപദ്രവിച്ചെന്ന് ഉറപ്പില്ല, എന്നാലും ഒന്ന് എറിഞ്ഞു നോക്കിയതാണ്. അപ്പോൾ അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലേ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ, പൈസ അയക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അർജുൻ സംശയിച്ച പോലെ തന്നെ അവൻ അർജുന് പൈസ അയച്ചു കൊടുക്കാണ്. അതിൽ അർജുൻ ഉറപ്പായിട്ടുണ്ട് തന്റെ അനിയത്തെ കൊലപ്പെടുത്തിയത് അത് അവൻ തന്നെയാ. പോലീസ് ആ കേസ് തേച്ചു മായ്ച്ച് കളയാൻ നോക്കിയാലും എന്റെ മനസാക്ഷിക്ക് ഉറപ്പായില്ലേ അവളുടെ കൊലയാളി അത് അവനാണെന്ന്. പിന്നെ ഞാൻ അവനെ വെറുതെ വിടണോ? അപ്പോൾ ഞാൻ തന്നെ അത് ചെയ്തേ. അപ്പോൾ ഭരത്തും പ്രവീണും ചോദിക്കുന്നുണ്ട്, അവൻ നിനക്ക് ആ പൈസ അയച്ചു തന്നത്, അതുപോലെ നീ മെസ്സേജ് അയച്ചതിന്റെ ഒക്കെ എവിഡൻസ് നിന്റെ കയ്യിലുണ്ടോ, ആ ട്രാൻസാക്ഷന്റെ റെസീറ്റ്? അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അവനാ ചെയ്തെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ? അപ്പൊ ഭരത്ത് അവനാ ചെയ്തെന്ന് ഉറപ്പിക്കുമ്പോ നിന്റെ കയ്യിൽ അതിന്റെ തെളിവുണ്ടാവണ്ടേ, അത് കാണിക്കേ. എന്നാൽ അപ്പോഴും അർജുനില്ലേ അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ചു നേരത്തെ അർജുൻ എന്താ പറഞ്ഞേ, തന്റെ ഏട്ടൻ ഭരതിന് കുടുംബത്തിനോട് സ്നേഹമില്ല, തന്റെ അനിയത്തോട് കെയറില്ല എന്നൊക്കെയല്ലേ. എന്നാൽ ഭരത് അവൻ തന്റെ അനിയത്തെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. അവൻ നാട്ടില് ഇന്ത്യയിലുള്ള സമയത്ത് അവന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അവന്റെ കയ്യിലുള്ള സ്വർണ്ണോ എന്തെങ്കിലുമൊക്കെ പണയം വെച്ചിട്ട് അനിയത്തി പറയുന്ന എല്ലാ സാധനവും വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ വിലപിടിപ്പുള്ള ലാപ്ടോപ്പ്, അതുപോലെ വീട്ടിലെ ആളുകള് അവരുടെ ആഗ്രഹങ്ങള്, അവരോട് വളരെ സ്നേഹത്തോടെയാണ് അവൻ പെരുമാറുക. എന്നാൽ അവസാനം ഭരതനൊരു കാര്യം മനസ്സിലായി, ഇനി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാലും നാട്ടിൽ നിന്നിട്ട് എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഭരത് നാട്ടുവിട്ട് UK ജോലിക്ക് വരുന്നത്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഒരിക്കൽ പോലും നാട്ടിലേക്ക് പോവാതെ തന്റെ കുടുംബത്തിന് ഓർത്തിട്ടാണ് ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭരത്തിന്റെ ഉള്ളിലുള്ള എല്ലാ സങ്കടവും പ്രവീണിനോട് പറഞ്ഞിട്ട് അവന്റെ സങ്കടം ഇറക്കി വെക്കാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ബാലുവിന്റെ പാരന്റ്സ് വരുന്നത്. അപ്പോൾ അവിടെയുള്ള എല്ലാ പയ്യന്മാരും ഇല്ലേ അവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ആരും മിണ്ടാതെ സൈലന്റ് ആയിട്ട് അങ്ങനെ തരിച്ചു നിൽക്കുമ്പോൾ ബാലുവിന്റെ അച്ഛനും അമ്മയില്ലേ അവന്റെ അവസ്ഥ കണ്ടിട്ട് നെഞ്ചു പൊട്ടി കരയുന്നുണ്ട്. ബാലുവിന്റെ അമ്മ പറയുന്നുണ്ട്, നിങ്ങളെയൊക്കെ വിശ്വസിച്ചിട്ടല്ലേ എന്റെ മോനെ നിങ്ങളുടെ കൂടെ അയച്ചേ, എന്നിട്ട് നിങ്ങൾ തന്നെ എന്റെ മകനെ ഒന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നോ? ബാലുവിന്റെ അച്ഛനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റാതെ അവർ ഓരോരുത്തരും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ബാലുവിനെ കെട്ടിപ്പിടിച്ച് ഉള്ളുപൊട്ടി കരയുന്നുണ്ട്. അങ്ങനെ കുറച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഭരതിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് മാറിയിരുന്ന് ബാലുവിന്റെ അച്ഛൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്റെ മകനെ അവസ്ഥ വരുന്ന ഞാൻ കരുതിയിരുന്നില്ല, എന്നാൽ ചിലപ്പോ ദൈവം തന്നതായിരിക്കും. അതായത് കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. ഭരത് നിന്നോട് ചില കാര്യം ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്, അതിന് ഞാൻ നിന്നോട് ആദ്യം സോറി ചോദിക്കുക. ഒരു ദിവസം രാത്രി എന്റെ മകൻ എനിക്ക് ഫോൺ ചെയ്തിട്ട്, അച്ഛാ എനിക്കൊരു അബദ്ധം പറ്റി, എന്റെ ജീവിതം തന്നെ എന്റെ കയ്യിൽ നിന്ന് പോകുന്ന തോന്നുന്നു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൻ കരയാൻ തുടങ്ങി. അപ്പോ എന്താ മോനെ ബാലു പറ്റിയെന്ന് ചോദിച്ചപ്പോ ബാലുവും ശ്വേതയും പ്രണയത്തിലായിരുന്നെന്നും, എന്നാൽ ശ്വേത ആ ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്ത് പോകാൻ നോക്കിയപ്പോ അവളോട് ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ ബർത്ത്ഡേ ദിവസം ഞാൻ പോയതാണ്. അങ്ങനെ അവളെ കാറിൽ കൂട്ടിയിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ വീണ്ടും നമ്മളുടെ ഇടയിൽ ആ ഒരു ആർഗ്യുമെന്റ് കൂടി. അതിനിടയിൽ പെട്ടെന്ന് എന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് ഞാൻ ശ്വേതയെ ഒന്ന് തള്ളിയെന്ന കാര്യം സത്യ. എന്നാൽ കാറിന്റെ ഡോറ് ലോക്കായിരുന്നില്ല, ഡോറും തുറന്ന് അവൾ റോഡിലേക്ക് തെറിച്ചു വീഴായിരുന്നു. അതിൽ അവളുടെ തലയ്ക്ക് നല്ല പരിക്ക് പറ്റിയിട്ടാണ് അവൾ മരണപ്പെട്ടു പോകുന്നത്. എന്നാൽ നിന്നോട് സോറി ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? അവള് കാറിൽ നിന്ന് തെറിച്ചു വീണില്ലേ, ആ സമയത്തും അവൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അവൾക്ക് ജീവനുണ്ടായിരുന്നു. അത് ബാലു കാണുകയും ചെയ്തതാ. അവനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ, അവനൊന്ന് വണ്ടി തിരിച്ചിരുന്നെങ്കിൽ അവന് വേഗം തന്നെ ശ്വേതയെ ഹോസ്പിറ്റലിൽ എത്തിക്കായിരുന്നു, അവളെ രക്ഷിക്കാനും പറ്റുമായിരുന്നു. എന്നാൽ പേടിച്ചുപോയ ബാലുവിലെ അവളെ രക്ഷിക്കാതെ അവിടുന്ന് വണ്ടിയെടുത്ത് പോയതാണ്. അതിനുശേഷമാണ് ഭരതെ നിന്റെ അനിയത്തി ശ്വേത അവൾ മരണപ്പെട്ടു പോയത്. എന്നാൽ ഒരു ടാക്സി ഡ്രൈവർ അവളെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് അവൾ മരണപ്പെട്ടില്ലേ. അവസാനം ആ ടാക്സി ഡ്രൈവറാണ് അവളുടെ മരണത്തിന് കാരണം പറഞ്ഞിട്ട് അയാൾ ജയിലിൽ അടച്ചതാണ്. എന്നാൽ ബാലുവിന്റെ അച്ഛൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഭരതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അതായത് തന്റെ അനിയത്തിയുടെ മരണത്തിന് കാരണം ബാലുവാണെന്ന് അറിഞ്ഞിട്ടും അവന്റെ അച്ഛൻ ആ രഹസ്യം ഒളിപ്പിച്ചില്ലേ. അതിനിപ്പോ അദ്ദേഹത്തോട് ദേഷ്യപ്പെടണോ അല്ലെങ്കിൽ ബാലു മരണപ്പെട്ടു പോയില്ലേ അതിൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കണോ ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ മരം പോലെ നിൽക്കുകയാണ്. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ അവസാനം ആ ഒരു വീടിന്റെ ബാക്ക് യാർഡിലെ മരണ ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് അവന്റെ ബോഡി അടക്കം ചെയ്യാണ്. അങ്ങനെ എല്ലാ കർമ്മവും കഴിഞ്ഞില്ലേ. അവസാനം ബാലുവിന്റെ പാരന്റ്സ് UK വിട്ട് ഇന്ത്യയിലേക്ക് പോവാണ്. അതിനു മുൻപ് ബാലുവിന്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, ഈ ഒരു വീടിനെ നിങ്ങൾ വാങ്ങേണ്ട ഒരാവശ്യമില്ല, എന്റെ മകൻ ഉറങ്ങുന്ന ഈ ഒരു മണ്ണ് ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്, എന്റെ മകന്റെ ഓർമ്മയ്ക്ക് ഇതെങ്കിലും എന്റെ കയ്യിലിരിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഹീറോ ഭഗതില്ലേ അവരെ രണ്ടുപേരെയും എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് പ്രവീണിനെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഭഗതിന്റെ കയ്യിലുള്ള ആ ഒരു പോയിസണില്ലേ അത് താഴെ വീഴുന്നത്. ആ ഒരു പോയിസൺ എടുത്തപ്പോ പ്രവീൺ ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ കയ്യിലായില്ലേ? എന്താ ആവാനാടാ, ഒന്നും ആയിട്ടില്ല. അപ്പോഴാണ് പ്രവീണില്ലേ ആ ഒരു പോയിസൺ ബോട്ടിലെ പുറത്തുണ്ടായിരുന്ന ആ ഒരു സ്റ്റിക്കർ പറിക്കുന്നത്. അപ്പോഴാണ് പ്രവീൺ ഷോക്കായി പോകുന്നത്. അതൊരു സാധാരണ മരുന്നാണ്, അതിന്റെ പുറത്ത് പോയിസന്റെ സ്റ്റിക്കർ ഒട്ടിച്ചതാണ്. അതായത് അതൊരു പോയിസനേ അല്ല, അത് ചിലപ്പോൾ സാധാരണ ഒരു വെള്ളം മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ശരിക്കും ബാലുവിനെ കൊന്ന ആ ഒരു യഥാർത്ഥ കൊലയാളി ആരാ? അപ്പോഴാണ് വേറെ ഷോക്കിംഗ് ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. അതായത് കഥയുടെ ആരംഭത്തില് അർജുൻ തന്റെ ഏട്ടനെ വിളിച്ചിരുന്നില്ലേ, ആ സമയത്ത് തന്നെ നമ്മുടെ അനിയത്തി ശ്വേതയുടെ മരണത്തിന് കാരണം ആരാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് വേറെ ആരുമില്ല, എന്റെ കൂട്ടുകാരൻ ബാലുവില്ലേ അവൻ തന്നെയാ. അതിനെക്കുറിച്ച്
കുറിച്ച് പ്രിയയാണ് എന്നോട് പറയുന്നത്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അവനെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു മർഡർ ഞാൻ നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച പൈസ അവൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തെ കൊന്ന അവനെ ഞാനും കൊല്ലാൻ പോവാ. അതുകൊണ്ട് ഏട്ടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് അവൻ്റെ ബർത്ത്ഡേ നടക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് പോയിസൺ വേണമായിരുന്നു. അങ്ങനെ ഭഗതിനെ കൊണ്ട് ആ ഒരു പോയിസൺ വാങ്ങിപ്പിക്കുന്നത് നമ്മുടെ അർജുനായിരുന്നു. എന്നാൽ ഭഗത് അർജുനെ മീറ്റ് ചെയ്തിട്ട് നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അത് വലിയ തെറ്റാണ്, വെറുതെ നീ നിന്റെ ജീവിതം നശിപ്പിക്കണ്ട. എന്നാൽ അർജുൻ ഞാൻ ചോദിച്ച പോലെ പോയിസൺ തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഏട്ടൻ്റെ വഴി നോക്ക്, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് ഞാനും നോക്കിക്കോളാം. നീ ചോദിച്ചതല്ലേ പോയിസൺ എന്താന്ന് പറഞ്ഞിട്ട് അർജുന്റെ കയ്യിൽ ആ ഒരു പോയിസൺ വെച്ചു കൊടുത്തിട്ട് അവിടുന്ന് ഹീറോ തിരിച്ചു പോയതാണ്. എന്നാൽ ആ ഒരു പോയിസണില്ലേ അത് ഒറിജിനൽ ആയിരുന്നില്ല, വെറും ഫേക്ക് ആയിരുന്നു. എന്നാൽ അർജുൻ കരുതിയ എന്താ അത് ഒറിജിനൽ ആണെന്നല്ലേ. അങ്ങനെ ആ ഒരു ഡ്രിങ്ക്സിന് മിക്സ് ചെയ്തിട്ട് അവന് കുടിക്കാൻ കൊടുത്താണ്. എന്നാൽ അത് പോയിസൺ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാവും മരണപ്പെട്ടെ? അതായത് ബാലുവിന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ആ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ വല്ലാതെ ടീസ് ചെയ്തപ്പോൾ അവൻ ആ വീട്ടിലെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ലേ. എന്നാൽ അതേ സമയത്ത് നമ്മുടെ ഭരത്തിലെ കയ്യിൽ ഒരു ഇഞ്ചക്ഷനായിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു സെക്കൻഡ് അവനെ കിട്ടിയാൽ അവന്റെ ശരീരത്തിൽ ഈ ഒരു ഇഞ്ചക്ഷൻ ഇറക്കണം. അതേ സമയത്താണ് അവൻ പുറത്തേക്ക് വരുന്നതും. അപ്പൊ ഭരത്ത് ഹാപ്പി ബർത്ത്ഡേ ബാലു, പിന്നെ സോറിട്ടാ അതും പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ ആ ഒരു ഇഞ്ചക്ഷൻ ഇറക്കിയതാണ്. എന്നാൽ പുറത്ത് നമ്മുടെ ഹീറോ ഉണ്ടായിരുന്നത് ആരും കണ്ടിട്ടില്ല, ഒരാളും അറിഞ്ഞിട്ടില്ല. താൻ ജീവന് തന്നെ സ്നേഹിച്ച തന്റെ അനിയത്തെ കൊലപ്പെടുത്തിയവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അല്ലെങ്കിൽ അവന്റെ കൊലപാതകം അത് അർജുനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? പിന്നെ അവന്റെ ലൈഫ് ഇല്ലാതായാലോ? അങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മുടെ ഭാരതിലെ ബാലുവിനെ കൊലപ്പെടുത്തുന്നത്. എന്നാൽ അർജുൻ മാത്രമാണ് ബാലുവിനെ കൊലപ്പെടുത്തുന്ന അറിഞ്ഞാല് ചിലപ്പോ ബാലുവിന്റെ ഫാമിലി ഇങ്ങനെയായിരിക്കില്ല റിയാക്ട് ചെയ്യുക. അവര് കൂട്ടുകാരെ നടത്തിയ ഒരു സെലിബ്രേഷന്റെ ഇടയിൽ ആക്സിഡന്റിൽ സംഭവിച്ചൊരു മരണം. എന്നാൽ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഭരത് നൈസായിട്ട് യൂസ് ചെയ്തിട്ട് അവന്റെ പ്രതികാരവും പകയും വീട്ടിയതാണ്. എന്നാൽ ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ വെറും കഥ മാത്രമല്ല, റിയലായിട്ട് യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ഒരു വിപത്തിന്റെ കഥയാണ്. എന്നാൽ ആ ഒരു പെൺകുട്ടിയുടെ പേര് ശ്വേത എന്ന് മാറ്റിയിട്ടാണ് ഈ ഒരു കഥയിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു റിയൽ ആയിട്ടുള്ള പെൺകുട്ടിയുടെ ഫോട്ടോയും കാണിച്ചിട്ടാണ് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കഥ? അവസാന ട്വിസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾ ഷോക്കായി പോയില്ലേ? ഈ കഥ കണ്ടപ്പോൾ സെയിം എഫക്റ്റ് ആയിരുന്നു എനിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഈ വീഡിയോക്ക് ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇപ്പൊ കുറച്ചായിട്ട് ലൈക്ക് വല്ലാതെ കുറവാണ്. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ ഇപ്പൊ തന്നെ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു കഥ എത്രത്തോളം ഇഷ്ടമായി, ഇനിയും ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരാൻ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടുക. പിന്നെ നമ്മുടെ സീരീസ് ചാനൽ വന്നിട്ടുള്ള അടിപൊളി സീരീസ് കാണാത്ത കൂട്ടുകാർ ആ ഒരു സീരീസ് കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ മറ്റൊരു കിടിലൻ കഥയുമായിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.